ഇപ്പൊ എണീറ്റ് ചായ കുടിക്കാൻ പോവാണ്. ഇന്ന് രാവിലെ ഇവിടെ പൊറാട്ടയും ബീഫും ഉണ്ട്, പിന്നെ പുട്ടും ഉണ്ട്. പുട്ടും ബീഫും ഉണ്ട്. പുട്ടിന് വല്ല ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ പൊറാട്ട ചൂസ് ചെയ്തു. അപ്പൊ പൊറാട്ടയും ബീഫും കട്ടൻ ചായയും. അപ്പൊ രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ കട്ടൻ ചായ എന്തായാലും കുടിക്കണം. എനിക്ക് രാവിലെയൊക്കെ പാൽ ചായനെക്കാളും ഇഷ്ടം കട്ടൻ ചായ തന്നെയാണ്. അപ്പൊ ഞാൻ അധികം കട്ടൻ ചായ കുടിക്കണം. നല്ല എല്ലാന്നൊക്കെ പറയണ കേൾക്കാം, പക്ഷെ കട്ടൻ ചായ കുടിക്കണം രാവിലെ. നല്ല പൊറാട്ടയും ബീഫും കട്ടൻ ചായയും. ഞാൻ ഒരു പൊറാട്ടയുള്ള കഴിക്കല്. നേരത്തെ ഞാൻ ബാക്ക് ക്യാമറ ആക്കി വെച്ചിരുന്നപ്പോൾ സെൽഫി ക്യാമറ ആക്കി എനിക്കൊരു കംഫർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പൊറാട്ടയ്ക്ക് കഴിക്കാറുള്ളൂ. ഞാൻ വീഡിയോയിലും ഫോട്ടോയിലും കാണുന്ന പോലെ ഒന്നുമല്ല. ഞാൻ തീരെ തടിയില്ല കാരണം ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടുക്കണു. നല്ല വിഷനാലൊക്കെ 2 പൊറാട്ടൊക്കെ പോകും. ഞാൻ പൊറാട്ട പിച്ചിട്ടാണ് കഴിക്കുക. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ കഴിക്കാത്തത്. അത് ഞാൻ പിച്ചിടട്ടെ. രാവിലെ ഫുഡ് കഴിച്ചിലേക്ക് തല ഇറങ്ങും. കുറച്ച് ചായ കുടിക്കണം. നല്ല പൊറാട്ട ബീഫും ബീഫിൻ്റെ ഉപ്പ് ഉണ്ടാക്കിയതാട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ്, ഇപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നു. പിന്നെ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്നിവിടെ മിനി സദ്യയാണ്. സദ്യ വലിയ സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു സദ്യ. അപ്പോൾ ഇപ്പോൾ സമയം 3 മണിയായിരുന്നു. 3 മണിക്കാണ് ഫുഡ് കഴിക്കാൻ പോണത്. ഇന്ന് മൊത്തത്തിൽ ലേറ്റായി ആകെ. അപ്പോൾ ഇനി ബാക്കി വീഡിയോ സദ്യ കഴിക്കണ വീഡിയോ കാണാം. എല്ലാം ഇങ്ങനെ തന്നെ ഇടാൻ തോന്നുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് സദ്യ ഉണ്ടാക്കും. ഓരോ പ്രാവശ്യം നമുക്ക് ഓണത്തിന് സദ്യ ഉണ്ടാക്കിയാലോ? പപ്പടം, സാമ്പാർ, ചോറ്. നല്ല മഴ പെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ മധുരമുള്ള എന്തെങ്കിലും തിന്നാൻ ഇഷ്ടമല്ല ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം കഴിക്കണം. എന്തായാലും കുഴപ്പമില്ല, മുട്ടായിയോ എന്തായാലും കുഴപ്പമില്ല, മധുരമില്ല എന്തെങ്കിലും. പ്രത്യേകിച്ചും എനിക്ക് എരിവുള്ള എന്ത് സാധനം തിന്നു കഴിഞ്ഞാലും എനിക്കൊരു മധുരം കഴിക്കാൻ മതിയാവും. മധുരം കഴിച്ചിട്ടുണ്ട്. മധുരമുള്ള എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് എനിക്ക് എരിവുള്ളത് കഴിക്കാൻ മതിയാവും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ സമയം എത്ര നമുക്ക് അറിയില്ല. അപ്പൊ വെള്ളം എല്ലാവരും പറ്റണ പോലെ കുടിക്കുക. ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ടയർഡായി. അപ്പൊ എല്ലാ ദിവസവും ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ പാടും, അല്ലെങ്കിൽ പാട്ട് റെക്കോർഡ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ തന്നെ ചെയ്ത് അധികം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇരുന്ന് പാട്ടൊക്കെ പാടും. പക്ഷെ ഈ സമയത്ത് ഇത് പാട്ട് അതൊരു ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എന്തായാലും ഒരു 3 മണി 4 മണി 5 മണി ആ സമയമൊക്കെ ഉണ്ടാവും. അതായത് വൈകുന്നേരം സമയം ഉണ്ടാവില്ലേ, ആ സമയത്ത് ഞാൻ പാട്ട് പാടാനിരിക്കും, അല്ലെങ്കിൽ പാട്ട് റെക്കോർഡ് ചെയ്യാനൊക്കെ ഇരിക്കും. അപ്പോൾ പാട്ട് റെക്കോർഡ് ചെയ്യാനിരിക്കുന്ന സമയത്താക്കിയാലും കാക്കൻ്റെ സൗണ്ട്, അതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ അലക്കണ സൗണ്ട്, അങ്ങനത്തെ എല്ലാ സൗണ്ട് ഉണ്ടാവും. കാക്ക, കുയില്, പക്ഷികൾ എല്ലാത്തിൻ്റെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് റെക്കോർഡ് ചെയ്താലും ശരിയാവില്ല. പാട്ട് ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യും ആ സമയത്ത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ റെക്കോർഡ് ചെയ്യില്ലല്ലോ, ജസ്റ്റ് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുകയുള്ളൂ ചെയ്യുക. ആ സമയത്ത് ഇല്ലാത്ത സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. കോഴിൻ്റെ സൗണ്ട്, കാക്കൻ്റെ സൗണ്ട്, അലക്കണ സൗണ്ട്,
പിന്നെ കുട്ടികളുടെ സൗണ്ട്, എല്ലാ സൗണ്ട് ഉണ്ടാവും. ഇവിടെ താത്താരുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, കുട്ടികളുടെ സൗണ്ടേ കേൾക്കുള്ളൂ, ഫുള്ള് കുട്ടികളുടെ സൗണ്ട് ആവും. അപ്പോൾ കരച്ചില് ഇത് എല്ലാ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഈ സമയത്ത് ഞാൻ അധികം പാട്ടിനെ കൂടി കേൾക്കില്ല. ഈ സമയത്ത് വെറുതെ ഇരിക്കലാണ് അധികം. അപ്പോൾ മീൻസ് പാട്ട് പാടുന്ന ആൾക്കാരോട് ഒരു പാട്ട് പാടുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പാട്ട് പാടാൻ കിട്ടൂല. അത് എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല, അത് എല്ലാവർക്കും ഉണ്ടോ. ഇപ്പോൾ അടുത്ത് ഞാൻ എന്തോ റീൽ കണ്ടിരുന്നു, പാട്ട് പാടുന്നവർക്ക് ഒരു പാട്ട് പാടുന്ന ചോദിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ പാട്ട് പാടാൻ കിട്ടൂല. കുറേ പാട്ടിനോട് കൺഫ്യൂഷൻ ആവും, ഏതാ പാടുന്നത് മനസ്സിലാവും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചോദിക്കും, ഇത്രയും പാട്ട് പാടുന്ന ആൾക്ക് ഏത് പാട്ടാണ് പാടേണ്ടതെന്ന് അറിയില്ലേ, അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ കുറേ പാട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏത് പാട്ട് പാടും? സമയം 7:08. ഇപ്പോൾ ബിരിയാണി ഇവിടെ നിൽക്കണു. അപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കണില്ല, അതുകൊണ്ട് ബിരിയാണി അടച്ചു വെക്കാം. ബിരിയാണിനെക്കാട്ടിലും ഇഷ്ടം വെറുംചോറാണ്. സോ വെറുംചോറ് കഴിക്കാം. സോ ഗൈസ് 10:30 സമയം. അപ്പോഴാണ് രാത്രിക്കുള്ള ഫുഡ് കഴിക്കാൻ പോണത്. എനിക്ക് ബിരിയാണി വലിയ ഇഷ്ടമല്ല, അങ്ങനെയല്ല, എനിക്ക് ബിരിയാണിനെക്കാട്ടിലും ഇഷ്ടം വെറുംചോറിനെ, സാധാ ചോറിനെ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. സോ ഗൈസ്, ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫ്രഷായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താ കഴിക്കാൻ പോകണമെന്ന് വെച്ചാൽ മിഠായി കഴിക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു, വെറുംചോറ് ഉണ്ടായിരുന്നു. എനിക്ക് അധികം ഇഷ്ടം, അതായത് എനിക്ക് ഈ നെയ്ച്ചോറ്, ബിരിയാണി, അതുപോലെ തന്നെ മന്തി, അതൊന്നും എനിക്ക് കുറേ കഴിച്ചാൽ പോകില്ല. അപ്പോൾ ഞാനധികം കഴിക്കാറില്ല എന്നല്ല, കഴിക്കലുണ്ട്. പക്ഷേ അധികം എനിക്കിഷ്ടം കഞ്ഞി, ചമ്മന്തി, പപ്പടം, അതെൻ്റെ ഫേവറേറ്റ് ആണ്. കഞ്ഞിയും ചമ്മന്തി പപ്പടം. അതേപോലെ തന്നെ വെറുംചോറ് എനിക്കിഷ്ടം. അത് ഈ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്ന പോലെ അത്ര തടിയൊന്നും ഞാനില്ല. ഞാനാകെ 41 കിലോ വെയിറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞ സമയത്ത് 34 കിലോനായിരുന്നു. ഇപ്പം എന്തോ ഭാഗ്യത്തിന് 41 കിലോനായി. ഫുഡ് വെച്ചിട്ട് തന്നെ ആവും. പൊട്ടടി നടക്കണം ഗൈസ്. കരച്ചിൽ വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.